ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയത ഒരുപോലെ എതിർക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. CPIM തീവ്ര വലതുപക്ഷ പാർട്ടിയായി മാറിയെന്ന് വി ഡി സതീശൻ പറഞ്ഞു. 4 പതിറ്റാണ്ട് ജമാഅത്തെ ഇസ്ലാമി CPIMനെ പിന്തുണച്ചു. ആ സമയത്ത് ഒരു കുഴപ്പവുമുണ്ടായില്ല. PDP CPIMന് പിന്തുണ പ്രഖ്യാപിച്ചു. അതിൽ ആർക്കും ഒരു കുഴപ്പവുമില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയതയായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ വർഗീയതയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. മുസ്ലിം ലീഗ് ഒരു വർഗീയ നിലപാടുകളും ഇതുവരെ എടുത്തിട്ടില്ല. CPIM ലീഗിന് പിന്നാലെ നടന്നു. UDFൽ ഉറച്ചു നിൽക്കുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചതോടെ CPIMന് ലീഗ് തീവ്രവാദ പാർട്ടിയായെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ന്യൂനപക്ഷ വർഗീയതയോട് പോരാടുന്ന പ്രസ്ഥാനമാണ് ലീഗ്. ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് ലീഗ് തീവ്ര നിലപാട് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് INL രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തത് CPIM ആണെന്ന് അദ്ദേഹം പറഞ്ഞു. CPIM BJP ഡീൽ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. CPIM BJP ഡീൽ നടക്കില്ല. അണികൾക്ക് അതിനോട് ശക്തമായ എതിർപ്പുണ്ട്. നേതാക്കന്മാർ തമ്മിൽ ഡീലുണ്ടാക്കിയിട്ടുണ്ട്. അത് താഴെ തട്ടിലേക്ക് കൊണ്ടുവരിക പ്രായോഗികവുമല്ല. BJPയുടെ ഗുഡ് ബുക്കിൽ ഇടം നേടാനാണ് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.